സാധാരണമായ ഒരു വായനാ പരിസരത്ത് നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് ഒരു ദേശം എന്നതിനെ ആസ്പദമാക്കി ഖസാക്ക് പോലെ ഒരു നോവലിനെ സമീപിക്കാനാവുക എന്നതിൻ്റെ വളരെ സൂക്ഷ്മമായ ആലോചനകൾ ആ ലേഖനത്തിലുണ്ടായിരുന്നു. സാമാന്യമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തെ പറ്റിയ വ്യത്യസ്തമായ ഒരു പഠനം അതിനു മുമ്പ് വന്നിരുന്നത് NS മാധവൻ്റെ ഖസാക്കിലെ സമ്പദ് വ്യവസ്ഥ എന്ന ലേഖനമാണ്. ആ ലേഖനം വാസ്തവത്തിൽ ഖസാക്കിൻ്റെ ഇതിഹാസം സാമാന്യമായി വായിക്കപ്പെട്ടു വന്നിരുന്ന ആ കാലഘട്ടത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 80കളുടെ അവസാനവും 90കളും ഒക്കെ ആയപ്പോഴേക്കും മലയാളത്തിലെ വായനാ സമ്പ്രദായങ്ങൾക്കും വായനാ സങ്കേതങ്ങൾക്കും നമുക്ക് എടുത്തു പറയാവുന്ന മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ മലയാളത്തിൻ്റേതായ ഒരു ആധുനികോത്തര സംവേദന സംസ്കാരം രൂപപ്പെടുത്തിയത് എന്ന് പറയാം. ആ അടിസ്ഥാനത്തിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തെ ആദ്യമായി അടയാളപ്പെടുത്തുന്ന പ്രബന്ധമായിരുന്നു രാമകൃഷ്ണൻ മാഷുടെ അക്ഷരവും ആധുനികതയും എന്നത്. അതിൽ പുലർത്തി വന്നിട്ടുള്ള കാഴ്ചപ്പാടുകളെ വികസിപ്പിച്ചുകൊണ്ടും കൂടുതൽ സൂക്ഷ്മമാക്കിക്കൊണ്ടും വിവിധ പ്രമേയങ്ങളിലേക്ക് പടർത്തിക്കൊണ്ടുമുള്ള ഒരു നിരൂപണ ജീവിതമാണ് അദ്ദേഹം നടത്തി വരുന്നത്. അതിൽ മലയാളത്തിലെ കൃതികൾ മാത്രമല്ല, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇംഗ്ലീഷിലൂടെ വരുന്ന പാശ്ചാത്യ സാഹിത്യ കൃതികളുമായിട്ടും വിമർശന സങ്കേതങ്ങളുമായിട്ടും അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്, ആഴത്തിലുള്ള അറിവുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലെ സാഹിത്യവുമായിട്ടും പ്രധാനമായിട്ടും നോവൽ സാഹിത്യവുമായിട്ടും ഉള്ള ഒരു മുഖാമുഖം അദ്ദേഹം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോവൽ പോലെയുള്ള ആധുനിക രൂപങ്ങളിൽ മാത്രമല്ല, ഭക്തിസാഹിത്യം പോലെയുള്ള മധ്യകാല സാഹിത്യത്തിലും അദ്ദേഹത്തിന് താല്പര്യവും അതുപോലെ തന്നെ പാണ്ഡിത്യവും ഉണ്ട്. ഈ വഴിയെ സഞ്ചരിച്ച് നോക്കുകയാണെങ്കിൽ സാഹിത്യത്തിൻ്റെ ഒരു സാമൂഹിക തലത്തെപ്പറ്റിയുള്ള സാമൂഹിക സന്ദർഭങ്ങളെപ്പറ്റിയുള്ള ആലോചനകളാണ് അദ്ദേഹം വിവിധ രീതികളിൽ നടത്തി വരുന്നത് എന്ന് മനസ്സിലാകും. കവിതയുടെ ഉപ്പ് എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥം, ഇത് കവിതാ പഠനങ്ങളുടെ ഒരു സമാഹാരമാണ്. ഇതിൽ 1980കളിലാണെന്ന് തോന്നുന്നു കക്കാടിൻ്റെ കവിതയെപ്പറ്റി എഴുതിയ ഒരു നിരൂപണം മുതൽ അടുത്ത 2024 വരെ എഴുതിയ ലേഖനങ്ങൾ ഇതിലുണ്ട്. ഇതിനാമുഖമായിട്ട് അദ്ദേഹം എഴുതിയത് ഉപ്പിൻ്റെ പോയറ്റിക്സ് എന്ന ഒരു പ്രബന്ധമാണ്. ഒരു ചെറിയ ലേഖനമാണ്, മുഖവുരയാണ്. പോയറ്റിക്സ് എന്നുള്ളത് പോയം എന്നതും എത്തിക്സ് എന്നതും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു വാക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സാമൂഹിക സന്ദർഭങ്ങളോടുള്ള അഭിമുഖീകരണം എന്ന് പറയുന്നത് വിശാലാർത്ഥത്തിൽ എങ്ങനെയാണ് എത്തിക്കലായിത്തീരുന്നത്, എങ്ങനെയാണ് നൈതികമായിത്തീരുന്നത് അഥവാ ധാർമ്മികമായിത്തീരുന്നത് എന്ന ആലോചനകൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ നിരീക്ഷണങ്ങളിലും സാഹിത്യ നിരൂപണങ്ങളിലും നമുക്ക് സൂക്ഷ്മമായി അന്വേഷിച്ചാൽ കാണാൻ സാധിക്കും. ആ നിലയിൽ മലയാള സാഹിത്യ നിരൂപണത്തിൽ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന EV രാമകൃഷ്ണൻ മാഷുടെ ഈ പുസ്തകത്തിനാണ് ഇക്കൊല്ലത്തെ അല്ല കഴിഞ്ഞ കൊല്ലത്തെ 2025 എബ്രഹാം വടക്കേൽ അവാർഡ് സമർപ്പിക്കുന്നത്. എബ്രഹാം വടക്കേൽ അവാർഡ് CJ സ്മാരക പ്രസംഗ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അത് നിരന്തരം എല്ലാ കൊല്ലവും തുടർന്നു വരുന്നു എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ആ അവാർഡിന് അർഹമായിട്ടുള്ള കൃതികൾ മലയാള വിമർശന രംഗത്ത് വിമർശന സാഹിത്യ മേഖലയിൽ ശ്രദ്ധേയങ്ങളായ കൃതികൾ തന്നെയാണ്. ഇന്നിപ്പോൾ ഈ പുരസ്കാര സമർപ്പണ സമ്മേളനത്തിൽ തോമസ് മാത്യു സാറാണ് പുരസ്കാരം സമർപ്പിക്കുന്നത്. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് കഥാകൃത്തും മാതൃഭൂമി പത്രത്തിൻ്റെ മലപ്പുറം യൂണിറ്റിലെ ന്യൂസ് എഡിറ്ററുമായിട്ടുള്ള ബിജു CP, സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ബിജു CP സംസാരിക്കുന്നുണ്ട്. ആശംസാ പ്രസംഗങ്ങൾ നേരുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സമിതിയുടെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ആളും CJയുടെ ലേഖനങ്ങൾ സമാഹരിച്ച് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലേഖനങ്ങളുടെ സമാഹർത്താവുമായ ശ്രീ ജോസ് കരിമ്പനെ ക്ഷണിക്കുന്നു.
വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഈ വൈകിയ വേളയിൽ ദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇത് ഈ വർഷത്തെ CJ സ്മാരക പ്രസംഗങ്ങളുടെ സമാപന യോഗവും അവാർഡ് സമർപ്പണ ചടങ്ങ് നടക്കുന്ന സമയവുമാണ്. ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, CJ സ്മാരക പ്രസംഗ സമിതിയുടെ രക്ഷാധികാരിയായിരുന്നു ഡോക്ടർ എബ്രഹാം മടക്കേൽ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ജനിച്ച് 1980-കളിൽ മരണമടഞ്ഞ ഒരു മഹാപണ്ഡിതൻ്റെ പേരിൽ, അത് CJ സ്മാരക സമിതിയുടെ രക്ഷാധികാരി കൂടിയായിരുന്നു ഡോക്ടർ എബ്രഹാം മടക്കേൽ. അദ്ദേഹത്തിൻ്റെ പേരിൽ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഡോക്ടർ എബ്രഹാം മടക്കേൽ അവാർഡ്. ഞാനിത് പറയാൻ കാരണം പലർക്കും ഡോക്ടർ എബ്രഹാം മടക്കേലിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. കാരണം അദ്ദേഹം വലുതായിട്ടൊന്നും മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയിട്ടുള്ള ഒരാളല്ല. എന്നാൽ വളരെ ശ്രദ്ധേയമായ 2 അവതാരിക കൊണ്ട് സാഹിത്യലോകത്ത് ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ എബ്രഹാം മടക്കേൽ. അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം കൂത്താട്ടുകുളത്ത് വടകര സ്വദേശിയായിരുന്നു. അദ്ദേഹം ഈ തൃശ്ശിനാപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് റോമിലെ പ്രൊപ്പഗന്ത കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തി. അദ്ദേഹം ഇത്രയേറെ സാഹിത്യരംഗത്ത് ശ്രദ്ധേയനാകാൻ കാരണം ചങ്ങമ്പുഴയുടെ രക്തപുഷ്പങ്ങൾക്ക് അദ്ദേഹം എഴുതിയ അവതാരികയാണ്. അങ്ങനെ ഒരു അവതാരിക എഴുതി എന്നുള്ളതല്ല, ഈ അവതാരിക എഴുതിയതിൻ്റെ പേരിൽ അന്നത്തെ സഭാ മേലധികാരികളിൽ നിന്നും ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പുരോഹിതൻ. അതിനു മുമ്പ് അദ്ദേഹം കൈനിക്കര പത്മനാഭപിള്ളയുടെ കാൽവരിയിലെ കൽപ്പപാദവം എന്ന കൃതിക്ക് അദ്ദേഹം അവതാരിക എഴുതി. അന്ന് അദ്ദേഹം ചങ്ങനാശ്ശേരി SP കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളാണ്. അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹം കാൽവരിയിലെ കൽപ്പപാദവം എന്ന ഒരു കൃതിക്കാണ് അവതാരിക എഴുതിയതെങ്കിൽ പോലും അന്നത്തെ സഭാ അധികാരികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തെ ഒരു പ്രൈമറി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് മതനേതൃത്വം അദ്ദേഹത്തെ തരം താഴ്ത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം രക്തപുഷ്പങ്ങൾക്ക് അവതാരിക എഴുതുന്നത്. അതോടുകൂടി വലിയ കോലാഹലങ്ങൾ ഈ കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിലുണ്ടാകുകയും അദ്ദേഹത്തെ ഒരുപാട് ശിക്ഷാ നടപടികൾക്ക് വിധേയനാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വ്യക്തിയാണ് അത്. ഈ 2 അവതാരികൾക്ക് പുറമെ ഏതാണ്ട് എൻ്റെ അറിവ് 30ഓളം കൃതികൾക്ക് അദ്ദേഹം അവതാരിക എഴുതി എന്ന് ഡോക്ടർ PV ഉലഹന്നൻ മാപ്പിള അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ലേഖനങ്ങളൊന്നും, ആ അവതാരികളൊന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ 2 അവതാരികളാണ് നമുക്കിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം സംസ്കൃതത്തിലും ഒക്കെ വലിയ പാണ്ഡിത്യം നേടിയിരുന്ന ഒരു മനുഷ്യനാണ്. പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുമായിരുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു ആളുടെ പേരിലാണ് അദ്ദേഹം നമ്മുടെ രക്ഷാധികാരിയായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സമിതി 1980-ൽ ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയത്. ആ വർഷമാണ് അദ്ദേഹം മരിച്ചത്. 1980-ലാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവാർഡ്, ആദ്യത്തെ അവാർഡിന് അർഹനായത് നമുക്കൊക്കെ അറിയാം, കൈനിക്കര കുമാരപിള്ള സാറിൻ്റെ നാടകീയം എന്ന് പറയുന്ന നിരൂപണ കൃതിക്കാണ്. അതിനുശേഷം നമ്മൾ ഏതാണ്ട് 10-17 വർഷക്കാലം മുടങ്ങാതെ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിരൂപണ കൃതികൾക്ക് അവാർഡ് നൽകുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിവിധ കാരണങ്ങളാൽ ചില വർഷങ്ങൾ അവാർഡ് നമുക്ക് തുടർന്ന് നടക്കാൻ കഴിയാതെ മുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇപ്പോൾ ഈ അവാർഡ് നൽകുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ അവാർഡ് നൽകുന്ന കൃതി കവിതയുടെ ഉപ്പ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ, വളരെ ശ്രദ്ധേയമായ ഒരു നിരൂപണ കൃതിക്കാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്
നമ്മുടെ സമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള അജയ്കുമാർ സാറാണ്. അജയ്കുമാർ സാറിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അവാർഡ് നൽകുന്നത് CJ സ്മാരക സമിതിയുടെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ള പ്രൊഫസർ തോമസ് മാത്യു സാറാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. നമ്മുടെ സിമ്പോസിയത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ ദൂരെ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ അവാർഡ് ജേതാവ് അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം ഗുജറാത്തിലെ കേന്ദ്ര സർവകലാശാലയിൽ അധ്യാപകനായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തെ NE രാമകൃഷ്ണൻ, അദ്ദേഹം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ കൂത്താട്ടോളത്തെ CJ സ്മാരക പ്രഭാഷണങ്ങളിൽ മലയാളത്തിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ കൂത്താട്ടോളത്തെ ഈ സാഹിത്യ സമ്മേളനങ്ങളിൽ CJ സ്മാരക പ്രഭാഷണത്തിൽ ങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. NE രാമകൃഷ്ണൻ സാറിനെ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഈ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിച്ചേർന്നതിനുള്ള അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം, മാതൃഭൂമിയുടെ പത്രാധിപ സമിതി അംഗമായിട്ടുള്ള നമ്മുടെ സമീപ പ്രദേശത്തുള്ള പ്രിയങ്കരനായ ബിജു CP ആണ്. ബിജു CP നമുക്കറിയാം, ഇതിനു മുമ്പും പല പ്രാവശ്യവും നമ്മുടെ ഈ പരിപാടികളിൽ CJ സ്മാരക പ്രസംഗ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ശ്രോതാവായിട്ടും അല്ലാതെയുമൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് കൂത്താട്ടോളം നഗരസഭാ കൗൺസിലർ സണ്ണി കുര്യാക്കോസാണ്. എല്ലാ കാലത്തും ഈ പ്രസ്ഥാനവുമായി സഹകരിച്ച് നമുക്കെല്ലാ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാറുള്ള സണ്ണി കുര്യാക്കോസിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ പ്രശസ്തി പത്രം വായിച്ച് അവതരിപ്പിക്കുന്ന AK വിജയകുമാർ സമിതിയുടെ ട്രഷററാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ നന്ദി അർപ്പിക്കുന്നത് സമിതിയുടെ സെക്രട്ടറി D പ്രേംനാഥാണ്. പ്രേംനാഥിനെയും വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹിതരെ, ഈ ദുഃഖം 2 പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല എന്ന ബൈബിളിലൊരു വാക്യമുണ്ട്. അത് ദൈവം മനുഷ്യന് കൊടുത്ത ഒരു വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം നിഷേധിക്കാനുള്ള ചുമതലയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാലും ഈ സന്ദർഭത്തിൽ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് പ്രത്യേകം സന്തോഷവുമുണ്ട്. ഫാദർ വടക്കേലിൻ്റെ പേരിലുള്ളതാണ് ഈ അവാർഡ്. ഞാൻ ഓർക്കുന്നു, CJ സ്മാരക പ്രസംഗ സമിതിയുടെ ആദ്യകാല സമ്മേളനങ്ങളിൽ ഇവിടെ വെച്ച് നടക്കുന്ന മാത്രമല്ല, മുമ്പ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്ന കാലം മുതൽ കുറേ കാലം ഇവിടെ വെച്ച് നടന്ന സമ്മേളനങ്ങൾ വരെ ഫാദർ വടക്കേൽ മുമ്പിൽ ഒരു കസേരയിട്ട് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരക്ഷരം പോലും പറയാതെ ഇരിക്കുമായിരുന്നു. അന്നിവിടെ വന്നിരുന്ന എല്ലാവർക്കും വളരെ അനുഗ്രഹകരമായ ഒരു സാന്നിധ്യമായി അത് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ വളരെ അനുസരണമുള്ള ഒരു പുരോഹിതനായി
ജീവിതകാലം മുഴുവൻ ജീവിക്കുകയും ആ ജീവിതത്തിനിടയിൽ വളരെ വിപ്ലവകരമായ ചില വിചാരങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്ത ആളാണ് ഫാദർ വടക്കേൽ. അധികാരം എല്ലാ കാലത്തും തിന്മയാണ്. ഏത് രൂപത്തിൽ അധികാരമുണ്ടായാലും അത് തിന്മയാകാതെ നിവൃത്തിയൊന്നുമില്ല. അത് സഭയിലെ തിന്മയായ അധികാരമായാലും വായനശാലയിലെ അധികാരമായാലും രാജ്യത്തിൻ്റെ അധികാരമായാലും ഒക്കെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെയാണ് നേരത്തെ ജോസ് സൂചിപ്പിച്ചതുപോലെ ഒരു അവതാരിക എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അന്ന് സ്ഥലം മാറ്റിയതേ ഉള്ളൂ. ഇന്നിപ്പോൾ സ്ഥിതി കുറേ കൂടി വഷളായിട്ടാണ്. നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ വളരെ ഗൗരവമായി പറയുമെങ്കിലും പുസ്തകം എഴുതേണ്ട പുസ്തകം ഏറ്റുവാങ്ങിയാൽ തന്നെ അപകടമാണ് എന്നൊരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് അവനവൻ്റെ ചിന്ത, അവനവൻ്റെ ആശയങ്ങൾ, അവനവൻ്റെ വികാരങ്ങൾ ഭദ്രമായി ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യൻ പോരാടേണ്ട ഒരു കാലം വന്നിരിക്കുന്നു എന്നർത്ഥം. ആ സമയത്താണ് ഫാദർ വടക്കേലിൻ്റെ പേരിലുള്ള ഈ അവാർഡ് ശ്രീ വി രാമകൃഷ്ണൻ സമർപ്പിക്കുന്നത്. ഞാൻ ഈ പുസ്തകത്തെ സംബന്ധിച്ചോ രാമകൃഷ്ണനെ സംബന്ധിച്ചോ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. ഒന്ന് നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. പുസ്തകം വായിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവമാണ് വിമർശനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ഈ യാതൊന്നും തൊണ്ട തൊടാതെ വിഴുങ്ങുകയില്ല എന്നത് മനുഷ്യൻ ദൈവത്തിന് കൊടുത്ത വാക്കാണ്. ആ വാക്ക് സാഹിത്യാനുഭവത്തിൻ്റെ കാര്യത്തിൽ നിർവഹിക്കുന്നതിനെയാണ് സാഹിത്യ വിമർശനം എന്ന് പറയുന്നത്. ആ വിമർശനം ഒരു വഴിക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ല. ആ അനുഭവം എന്തെല്ലാ കാര്യങ്ങൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. ആ കൃതിയുടെ ശില്പത്തെ സംബന്ധിച്ച്, അതിൻ്റെ വാക്കിനെ സംബന്ധിച്ച്, അതിൻ്റെ താളത്തെക്കുറിച്ച്, ആ വാക്കുകൾ ആ രീതിയിൽ രൂപപ്പെട്ടു വരാൻ പ്രേരകമായി തീരുന്ന സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച്, ഇങ്ങനെ നിരവധി തലങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു വലിയ സാധ്യതയാണ് ഈ പാരായണ അനുഭവം എന്ന് പറയുന്നത്. അതിൽ തൻ്റേതായ ഒരു ലോകമുണ്ട് എന്ന് വിചാരിക്കുകയും തൻ്റേതായ ഒരു അന്വേഷണ പഥമുണ്ട് എന്ന് വിചാരിക്കുകയും ആ വഴിയിലൂടെ അതീവ ശ്രദ്ധയോടുകൂടി സഞ്ചരിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരനാണ് ശ്രീ വി രാമകൃഷ്ണൻ എന്നതാണ് അദ്ദേഹത്തെ വ്യതിരിക്തനാക്കി നിർത്തുന്നത്. അത് അസാധാരണമായൊരു ഫോക്കസിങ് ആ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. ആ തരത്തിൽ തൻ്റെ ഒരു ഇടമുണ്ട് ഈ ലോകത്തിൽ, തൻ്റെ മാത്രമായ ഒരു ഇടമുണ്ട് ഈ ലോകത്തിൽ, തനിക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു ദൗത്യമുണ്ട് എന്ന് വിചാരിക്കുകയും ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പരിപൂർണമായും തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവവിശേഷം അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നു. ആ ഔന്നത്യത്തെ, ആ നിർബന്ധത്തെ, വേണമെങ്കിൽ അതിനെ ആ ശാഠ്യത്തെ ആദരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അവാർഡിനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നതാണ്. ശാഠ്യങ്ങളില്ലാത്ത എന്തിനോടും അനുരഞ്ജനം സാധ്യമായി തീരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്തിനും വഴങ്ങിക്കൊടുക്കാൻ സന്നദ്ധരായി തീർന്നിരിക്കുന്നു. അങ്ങനെ എന്തിനും വഴങ്ങുകയില്ല. എനിക്ക് എൻ്റേതായൊരു വഴിയുണ്ട്, നിങ്ങൾ ഭാഗിയ റെയിലുകളിലൂടെ സഞ്ചരിക്കാൻ എൻ്റെ മനസ്സിന് സാധ്യമല്ല എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെയാണ് നമ്മൾ ആദരിക്കുന്നത്. അത് വടക്കേലിൻ്റെ പേരിൽ ഉള്ള ആദരവാകുമ്പോൾ തീർച്ചയായും കൂടുതൽ പ്രസക്തമാണ്, കൂടുതൽ ഔചിത്യമുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുരസ്കാരം ഡോക്ടർ രാമകൃഷ്ണന് എൻ്റെ കൈകൊണ്ട് കൊടുക്കാൻ കഴിയുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ചാരിതാർത്ഥ്യവും അഭിമാനവുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ
ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമാണ്. കിട്ടാൻ എളുപ്പമൊന്നും കാര്യമല്ല. നമ്മളത് സമൂഹത്തിൽ ഏകാന്തമായ ഒരു വഴിയിൽ സഞ്ചരിക്കുകയും ആ വഴിയിൽ തൻ്റെ ആത്മഹത്യയുടെ മുദ്ര പതിയുന്നത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരന് എല്ലാ മനസ്സിൻ്റെ താരല്യത്തോടും കൂടി, എല്ലാ ശുദ്ധിയോടും കൂടി, എല്ലാ ആത്മാർത്ഥതയോടും കൂടി ഞാൻ അഭിനന്ദിക്കുകയും ഈ പുരസ്കാരം അദ്ദേഹത്തിന് സന്തോഷത്തോടും അഭിമാനത്തോടു കൂടി സമർപ്പിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. പ്രശസ്തി പത്രം വായിച്ച് സമർപ്പിക്കുന്നതിന് AK വിജയകുമാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, CJ സ്മാരക പ്രസംഗ സമിതി 2025 റവറൻഡ് ഡോക്ടർ എബ്രഹാം വടക്കൽ പുരസ്കാരം ലഭിച്ച പ്രൊഫസർ EV രാമകൃഷ്ണന് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. 2025 റവറൻഡ് ഡോക്ടർ എബ്രഹാം വടക്കൽ പുരസ്കാരം പ്രൊഫസർ EV രാമകൃഷ്ണൻ രചിച്ച കവിതയുടെ ഉപ്പ് എന്ന ഗ്രന്ഥത്തിന് നൽകുന്നു. പ്രമുഖ സാഹിത്യ വിമർശകനും എഡിറ്ററുമായ പ്രൊഫസർ ഡോക്ടർ EV രാമകൃഷ്ണൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്നു. ഘടനാവാദാനന്തര സിദ്ധാന്തങ്ങളുടെ അന്തസത്ത ഉൾക്കൊള്ളുന്നതും ഇന്ത്യയിലെ വിവിധ ഭാഷാ സാഹിത്യ സംസ്കാരങ്ങളോട് സംവാദബന്ധം പുലർത്തുന്നതും ആഴത്തിൽ നൈതികവുമായ സാഹിത്യ സമീപനം അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെ മൗലികമാക്കുന്നു. പ്രസ്തുത സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതും കാവ്യവ്യവഹാരങ്ങൾ സംബോധന ചെയ്യുന്ന സാമൂഹിക സന്ദർഭങ്ങൾ അന്വേഷിക്കുന്നതുമായ ലേഖനങ്ങളുടെ സമാഹാരമാണ് കവിതയുടെ ഉപ്പ്. ഇംഗ്ലീഷിലും മലയാളത്തിലും രചിച്ചവയും എഡിറ്റ് ചെയ്തവയുമായി 30ഓളം വിമർശന ഗ്രന്ഥങ്ങൾ EV രാമകൃഷ്ണൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇംഗ്ലീഷിൽ 4 കവിതാ സമാഹാരങ്ങളും. വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന EV രാമകൃഷ്ണൻ ഗുജറാത്ത് കേന്ദ്ര സർവകലാശാലയിൽ പ്രൊഫസറും ഡീനും പ്രൊഫസർ എമറിറ്റസുമായിരുന്നു. 2025 റവറൻഡ് ഡോക്ടർ എബ്രഹാം വടക്കൽ അവാർഡ് പ്രൊഫസർ EV രാമകൃഷ്ണൻ്റെ കവിതയുടെ ഉപ്പ് എന്ന ഗ്രന്ഥത്തിന് സസന്തോഷം സമർപ്പിക്കുന്നു. CJ സ്മാരക പ്രസംഗ സമിതിക്ക് വേണ്ടി ഡോക്ടർ N അജയകുമാർ പ്രസിഡന്റ്, പ്രേമാനന്ദ് D സെക്രട്ടറി. 21/2/2026 കൂത്താട്ടുള്ള. പുരസ്കാരം ലഭിച്ച പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബിജു CP സംസാരിക്കും. അതിനു മുമ്പൊരു കാര്യം, പുരസ്കാരം ലഭിച്ച പുസ്തകത്തിൻ്റെ ഏതാനും കോപ്പികൾ CJ സ്മാരക പ്രസംഗ സമിതിയിൽ എത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടാൽ പുസ്തകത്തിൻ്റെ കോപ്പികൾ കിട്ടും. കോപ്പികൾ വളരെ പരിമിതമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ബിജു CP പുസ്തകത്തെ പരിചയപ്പെടുത്തി സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രധാനപ്പെട്ട സംഗതികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ വളരെ ചെറിയ സംഗതികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എങ്കിലും ഞാൻ വ്യക്തിപരമായ ഒരു ചെറിയ സംഗതി പറയാമെന്ന് വിചാരിക്കുന്നു. ഏതാണ്ടൊരു 30 വർഷം മുമ്പ് ഞാനൊരു ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇവിടെ ഇതുപോലെ CJ സ്മാരക പ്രസംഗം കേൾക്കാനായിട്ട് ഞാൻ BSc 2ാം വർഷമോ മറ്റോ പഠിക്കുന്ന സമയത്താണ് ഇവിടെ വന്നിരുന്നു. ആ വർഷം അതിൻ്റെ അടുത്ത വർഷം വന്നിട്ടുണ്ട്. അപ്പം അന്ന് അയ്യപ്പ പണിക്കർ, MV ദേവൻ,
സാനു മാഷ്, അങ്ങനെ വലിയ വൻ തോക്കുകളൊക്കെ ആയിരുന്നു ആ സമയത്ത്. സാംസ്കാരിക രംഗത്തെ വൻ തോക്കുകളൊക്കെ വരികയും രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വലിയ പ്രസംഗ പരിപാടികളിലൂടെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ 2 വർഷം, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന 2 വർഷം ഈ പ്രസംഗങ്ങൾ മുഴുവനും കേട്ട് അത് എഴുതി നമ്മുടെ സാനുമാഷിൻ്റെ കയ്യിൽ കൊടുക്കുകയും, സാനുമാഷ് അന്ന് കുങ്കുമം മാസികയുടെ പത്രാധിപരായിരുന്നു. കുങ്കുമം മാസികയിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറയാൻ കാരണം, ഇന്നിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ സാംസ്കാരിക സാഹിത്യ ഉത്സവങ്ങൾ, ലിറ്റററി ഫെസ്റ്റുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സി.ജ. സ്മാരക പ്രസംഗങ്ങൾ പോലെ അന്ന് ആ സമയത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ അതിശയമായിരുന്നു. കാരണം ടിക്കറ്റ് വെച്ച് പ്രസംഗ പരിപാടികൾ നടത്തുന്ന ഒരേ ഒരു സ്ഥലം ഈ കൂത്താട്ടുകുളം മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ചില ലിറ്റററി ഫെസ്റ്റുകൾ ഇതുപോലെ ടിക്കറ്റ് വെച്ച് നടത്തുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ പ്രോഗ്രാം ഒന്ന് റീലോഞ്ച് ചെയ്ത് ഒരു കൂത്താട്ടുകുളം ലിറ്റററി ഫെസ്റ്റിവലാക്കി മാറ്റുകയാണെങ്കിൽ, പേര് മാറ്റിയാൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ എത്തിച്ചേരും. ഈ സി.ജ. സ്മാരക പ്രസംഗം എന്നും സിമ്പോസിയം എന്നുള്ള പേര് മാറ്റി ആ സി.ജ. സ്മാരക, സി.ജ. മെമ്മോറിയൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നോ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ വലിയ അതുകൊണ്ട് തന്നെ ഒരു ജനത്തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സാധ്യത പ്രസിഡൻറ്റും സെക്രട്ടറിയോടാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാം. ഞാൻ ഈ പൊതു സദസ്സിനോടാണ് സംഗതി പറയുക, അല്ലെങ്കിൽ കൂത്താട്ടുകുളം നഗരസഭയിലെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്, അവരുടെ ശ്രദ്ധയിലേക്ക് അതൊന്ന് പെടുത്തുക മാത്രം ചെയ്യുകയാണ്. രാമകൃഷ്ണൻ സാറിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് അജയൻ സാറ് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അജയൻ സാർ എൻ്റെ അധ്യാപകനാണ്, ഞാൻ പഠിപ്പിച്ച ആളാണ്. ഈ സാറ് ഒരാവശ്യം പറയുമ്പോൾ ക്ലാസ്സിൽ പഠിക്കാതെ ചെല്ലുന്നത് ശരിയല്ല എന്നുള്ള പഴയ ഭയം ഇപ്പോഴും ഉള്ളതുകൊണ്ട് ആണ് ക്ലാസ്സിലേക്കുള്ള നോട്ട് പോലെ തന്നെ തയ്യാറാക്കി എന്നെ കൊണ്ടുപോകാൻ. ഞാൻ വേഗം വായിച്ചു തീർക്കാം. രാമകൃഷ്ണൻ മാഷയുടെ മലയാള സാഹിത്യ നിരൂപണത്തിൽ ഇന്നിപ്പോൾ പൊതുവെ പറയാറുണ്ട്, മലയാള സാഹിത്യ നിരൂപണം മലയാള സാഹിത്യത്തിൽ ഏറ്റവും ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സാഹിത്യ നിരൂപണം എന്ന് പൊതുവെ പറയാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തെ എന്നല്ല, കേരളീയ സമൂഹത്തെ തന്നെ മുന്നോട്ട് നയിച്ചിരുന്ന പ്രഗത്ഭരായ വ്യക്തികൾ നിറഞ്ഞു നിന്നിരുന്നതാണ് ഈ സാഹിത്യ വിമർശന മേഖല, സാഹിത്യ നിരൂപണ മേഖല. പക്ഷേ ഇന്ന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും ആഴ്ചപ്പതിപ്പുകളും മാസികകളുമൊക്കെ നിരൂപണത്തിന് അവസരം നൽകുന്നത് പൊതുവേ കുറവാണ്. ഇപ്പോൾ ആ സ്ഥിതി മാറി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2025 അവസാനം അല്ലെങ്കിൽ 26 ഒക്കെ ആയപ്പോഴേക്കും അത് മാറി വരുന്ന ഒരു പ്രവണതയുണ്ട്. ഇവിടെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ചില നിരൂപകർ, ഇപ്പോൾ അജയൻ സാറിനെ പോലെ, രാമകൃഷ്ണൻ സാറിനെ പോലെ, സജയ് മാഷിനെ പോലെ, ഇത്രയും നേരം പ്രസന്നകുമാർ സാർ ഇവിടെ ഉണ്ടായിരുന്നു, പ്രസന്നകുമാർ സാറിനെ പോലെയൊക്കെയുള്ള വലിയ ആര്യ ഉൾപ്പെടെയുള്ള പുതിയ നിരൂപകരുടെ ഒരു ഗണവും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ മലയാള സാഹിത്യ നിരൂപണം ഒരു പുതിയ മേഖലയിലേക്ക്, അല്ലെങ്കിൽ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടം ആയിരിക്കും ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. രാമകൃഷ്ണൻ സാറിൻ്റെ ഈ അജയൻ സാറോട് പറഞ്ഞതുപോലെ തന്നെ അക്ഷരവും ആധുനികതയും എന്ന പുസ്തകം വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 25 വർഷത്തെ ഒരു ഇടവേള സാർ ഈ പുസ്തക പ്രസിദ്ധീകരണ കാര്യങ്ങൾ, എഴുത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പുസ്തകമായി വരുന്ന കാര്യത്തിൽ രാമകൃഷ്ണൻ സാറിന് മറ്റ് ഔദ്യോഗിക തിരക്കുകളുള്ളതുകൊണ്ടും കൂടുതൽ പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതുകൊണ്ടുമായിരിക്കണം. അതിനുശേഷം നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വന്നു. ഇപ്പോൾ കവിതയുടെ ഉപ്പ് എന്ന് പറയുന്ന പുസ്തകം വന്നു. ഈ 2 വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾക്ക് പുറമെ വേറെയും എനിക്കൊന്ന് 3-4 പുസ്തകങ്ങൾ അടുത്ത കാലത്ത് തന്നെ സാറിൻ്റേതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കവിതയുടെ ഉപ്പ് എന്ന് പറയുന്ന ഈ പുസ്തകം, ഇതിനകത്ത് തന്നെയുള്ള ഈ ജയശീലൻ്റെ കവിതകളെക്കുറിച്ചിട്ടുള്ള പഠനത്തിൻ്റെ പേരാണ് കവിതയുടെ ഉപ്പ്. ജയശീലൻ്റെ കവിതകൾക്ക് ജയശീലൻ്റെ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുള്ള അവതാരികയുടെ പേര് തന്നെയാണ് ഈ പുസ്തകത്തിന് പേരായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ എഴുതിക്കൊണ്ട് വന്നത് വായിക്കാമെന്ന് വിചാരിക്കുന്നു. പുറത്തേക്ക് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ആരെന്നും നാം എവിടെ നിൽക്കുന്നു എന്നും തിരിച്ചറിയുക. കവിതയുടെ ഉപ്പ് എന്ന ഈ പുസ്തകത്തിൻ്റെ
ആമുഖത്തിൽ കൊടുത്തിട്ടുള്ള ഒരു 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 സെൻറ്റൻസാണ്. പുറത്തേക്ക് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ആരെന്നും നാം എവിടെ നിൽക്കുന്നു എന്നും തിരിച്ചറിയുക. ഇതിൽ ഈ പോയറ്റിക്സ് എന്നാണ് എൻ്റെ ഒരു ആമുഖക്കുറിപ്പിന് അദ്ദേഹം പേര് കൊടുത്തത്. അപ്പോൾ അജയൻ സാർ അതിന് പോയറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പോയറ്റിക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം ഈ രാമകൃഷ്ണ സാർ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായതുകൊണ്ട് പോയറ്റിക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചുകൂടി കൃത്യമായി പറയുന്നത് പോയറ്റിക്സ് എന്നായിരിക്കും എന്ന ധാരണയിലാണ് ഞാനത് വായിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഈ പോയറ്റിക്സ് ഒരു എത്തിക്കൽ, പോയവും എത്തിക്സും അല്ലെങ്കിൽ പോയറ്റിക്സും എത്തിക്സും കൂടി ചേർന്ന് അദ്ദേഹം ഉണ്ടാക്കിയ കോയിൻ ചെയ്ത ഒരു വാക്കാണ്. വാക്ക് എന്നതിനപ്പുറം അതൊരു സവിശേഷമായ സാഹിത്യ സമീപന രീതിയാണ് പോയറ്റിക്സ് എന്നുള്ളത്. അത് നമുക്കറിയാം, ഉപ്പ് നമ്മളീ പറഞ്ഞ നമ്മൾ ഉപ്പ് നോക്കുന്നത് അതിനകത്ത് ഉപ്പ് ഒരു പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കുന്നതിൽ ഒരു ഉപ്പ് പാകത്തിനുണ്ടോ എന്നറിയാൻ വേണ്ടി അല്ലല്ലോ. അതിനകത്തെ ഒരു വിഭവം പാചകം ചെയ്യുമ്പോൾ ആ വിഭവത്തിൻ്റെ സമഗ്രത, അതിനെ സമ്പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ? പാചകം ചെയ്യുന്നയാൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ നോക്കുന്നത് ഉപ്പ് നോക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഉപ്പ് ചേർന്നിട്ടുണ്ടോ എന്ന് മാത്രം അറിയുന്നതിന് വേണ്ടി മാത്രമല്ല, അതിന് സമ്പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഒരു വിശകലനമാണ്. ഇപ്പോൾ ഈ കവിതയുടെ ഉപ്പ് എന്ന് പറയുന്ന ഇതിൻ്റെ ശീർഷകം തന്നെ ഒരു കവിതയാണ്. സാറൊരു കവിയാണ് എന്നുള്ള കാര്യം മലയാളത്തിൽ അത്ര നമുക്ക് തീരെ പരിചിതമല്ല. സാർ ഇംഗ്ലീഷിലാണ് കവിതകൾ എഴുതുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ സാറിൻ്റെ കവിതകളും വൈകാതെ മലയാളത്തിൽ വരും എന്ന് പ്രത്യാശിക്കുകയൂടി ചെയ്യുന്നതിൻ്റെ കൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് അത് ഈ വി രാമകൃഷ്ണൻ സാറിൻ്റെ നോട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണിത്. ഇന്ദുലേഖ വായനയുടെ ദിശകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇന്ദുലേഖ പഠനത്തിൻ്റെ അദ്ദേഹം എഴുതുന്നുണ്ട്. പുറം കടലിൽ നിന്ന് മലബാർ തീരത്തേക്കുള്ള നോട്ടമാണ് ഇന്ദുലേഖ നോവലിനെ നിർണ്ണയിക്കുന്നത്. അത് മാധവൻ പുറംകടലിൽ നിന്ന് കുഴൽ വെച്ച് ഇങ്ങോട്ടേക്ക് നോക്കുന്നു. അങ്ങനെ നോക്കുന്നത് പോലെ പുറം കടലിൽ നിന്ന് അകം കടലിലേക്കുള്ള ഒരു നോട്ടം, ആ നോട്ടത്തിന് ഒരു സമഗ്രതയുണ്ട്. ആ സമഗ്രത ഉള്ള ഒരു വീക്ഷണമാണ് ഈ വി രാമകൃഷ്ണൻ്റെ സാഹിത്യ നിരൂപണങ്ങളുടെ ഒരു പൊതു സ്വഭാവം, ഉസാഖ എന്നൊക്കെ നമുക്ക് പറയാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഈ എനിക്ക് തോന്നുന്നത് ആധുനികാനന്തര സാഹിത്യ സമീപനങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള സാഹിത്യ സമീപനങ്ങൾ ഈ സമഗ്രത എന്ന് പറയുന്ന ഒരാശയത്തിന് തന്നെ വലിയ പ്രാധാന്യം പലപ്പോഴും കൊടുക്കാറുണ്ട്. അത് ഏതെങ്കിലും ഒരു കൃതിയെ ഒരു പ്രത്യേക സൈദ്ധാന്തിക സമീപനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കൃതിയെ സവിശേഷമായി സമീപിക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റാണ്. അത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സവിശേഷത പോലെ തന്നെ ഒരു പ്രത്യേക അവയവത്തെ, ഒരു പ്രത്യേക രോഗത്തെ ഒരു പ്രത്യേകമായി ചികിത്സിക്കുന്നത് പോലെ ഒരു പ്രത്യേക സാഹിത്യകൃതിയെ, അതിനകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംഗതിയെ ഒരു പ്രത്യേക സാഹിത്യ സമീപനത്തിൻ്റെ വെളിച്ചത്തിൽ നിരീക്ഷിക്കുന്നതാണ് പൊതുവെ ഈ ആധുനികാനന്തര നിരൂപണ സമ്പ്രദായങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടുവരാറുള്ളത്. അതിൽ നിന്ന് വിരുദ്ധമായി ഒരു കൃതിയെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ, എഴുതുന്ന ഒരാളെ സമഗ്രമായി സമീപിക്കുന്ന ഒരു രീതിയാണ് ഈ കൃതിയിൽ പൊതുവെ ഉള്ളത്. അത് ഇ വി രാമകൃഷ്ണൻ്റെ സാഹിത്യ നിരൂപണ സമ്പ്രദായത്തിൻ്റെ ഒരു സവിശേഷതയുമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പുറംകടലിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു തരത്തിലുള്ള സമഗ്ര വീക്ഷണമാണ്. അതൊരു സൂക്ഷ്മ വീക്ഷണമോ ഭാഗിക വീക്ഷണമോ അല്ല. ആ സമഗ്രമായ ഒരു കാഴ്ച, ഒരു കൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു എഴുത്താളിനെക്കുറിച്ച് ഒരു സമഗ്ര വീക്ഷണം അവതരിപ്പിക്കുന്ന സമ്പ്രദായമാണ് ഈ വി രാമകൃഷ്ണൻ്റെ സാഹിത്യ നിരൂപണത്തിൻ്റെ ഒരു ഉത്തമ സാധാരണ ഘടകം എന്ന് പറയാവുന്നത്. ഈ പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ 16 ലേഖനങ്ങളാണുള്ളത്. ഈ 16 ലേഖനങ്ങളിൽ എനിക്ക് തോന്നുന്നത് ചിന്താവിഷ്ടയായ സീതയെക്കുറിച്ചും KGSൻ്റെ ബംഗാളിനെക്കുറിച്ചും ആ 2 പഠനങ്ങളൊഴികെ ബാക്കി എല്ലാം തന്നെ അതത് എഴുത്താളിനെക്കുറിച്ച്, അതത് സാഹിത്യ